നമുക്കിന്നൊരു ജേണലായാലോ. ഫസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലോട്ട് ലൈൻ ഷെയ്ഡിലുള്ള ഏതെങ്കിലും മാർക്കർ എടുത്ത് അറഞ്ചും മുറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക. ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. എങ്ങനെയും പറ്റുന്ന രീതിയിൽ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ജേണൽ ബുക്ക് എടുക്കുക, അതിലോട്ട് രണ്ട് സൈഡിലുമായിട്ട് ഹാഫായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു പഴയ ബുക്കിലെ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു റൈറ്റിങ്സ് ഉള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് താഴെ മുകളിലുമായിട്ട് ചെറുതായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി സെൻറ്റർ പോർഷനിലോട്ട് വയ്ക്കാനായിട്ട് മാക്സിമം ഒരു ബ്രൗൺ പേപ്പർ തന്നെ നോക്കുക. ബ്രൗൺ കളർ ആ ഒരു ഷെയ്ഡ് പറഞ്ഞ ഒരു പേപ്പർ നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ പെയിൻറ്റ് അടിക്കാം. വാട്ടർ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ നല്ലോണം കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ എനിക്ക് പിന്നീട് മാറ്റി അടിക്കേണ്ടി വന്നു, അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പിന്നീട് ലാസ്റ്റ് ഡോംസിൻ്റെ പെയിൻ്റ് എടുത്തിട്ട് അടിച്ചത്. അപ്പം അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ വല്ലതും ചെയ്യുക. ഇത് ഞാൻ സെൻട്രലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഏകദേശം ഞാൻ വരയ്ക്കുന്ന പോലെയൊക്കെ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ കർവായിട്ടൊക്കെ വരച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഏതെങ്കിലും ഒരു ത്രെഡ് കൊണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടൊന്നെങ്കിലും സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലൂവിലോട്ട് ത്രെഡ് ഡിപ്പ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഡിപ്പ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഭയങ്കരമായിട്ടാവും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതാണ്. ഇനി ഏതെങ്കിലും ഒരു A4 സൈസ് പേപ്പർ അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ബുക്കിൻ്റെ പേപ്പറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലോ ടേപ്പിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻറ്റ് അടിച്ച് ഒരു പേപ്പർ കുഞ്ഞ് പേപ്പറിൽ പെയിൻറ്റ് അടിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റൈറ്റിങ്സ് എഴുതി കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട്